الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات وأولئك لهم عذاب عظيم. صدق الله العظيم. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നിശ്ചയിച്ചു തന്ന ഈ ജീവിതം ഭൂമിയിൽ ശാന്തമായി ജീവിച്ച് വിജയപ്രദമായി പരലോകത്തെ ശാന്തമായ ജീവിതം നേടിയെടുക്കുന്നതിനുള്ള അധ്വാനത്തിൻ്റെ ഒരു ഇടമാണ്. അതായത് ദുനിയാവിലെ ജീവിതം ഒരു താൽക്കാലികവും പരീക്ഷണാർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയതുമാണ്. ഇവിടെ മനുഷ്യർ പരസ്പരം സഹകരിച്ചും ബന്ധപ്പെട്ടും സ്നേഹിച്ചും അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രകടമാക്കിക്കൊണ്ട് സഹോദരങ്ങളെപ്പോലെ കഴിയണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു നയം, രീതി. അതിനാവശ്യമായൊരു പ്രകൃതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുള്ളത്. മനുഷ്യനെ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് എന്നതാണ് അടിസ്ഥാനപരമായൊരു സംഗതി. നമുക്കറിയാം, ഒരേ മാതാപിതാക്കളുടെ മക്കളായി ജനിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഒരു പ്രകൃതിപരമായി തന്നെ അടുപ്പത്തിനും സാഹോദര്യത്തിനുമുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത്. രക്തബന്ധം കൊണ്ട് മനുഷ്യരെല്ലാം ഏകോദര സഹോദരങ്ങളാണ് മൊത്തത്തിലെടുത്തത്. പല രൂപത്തിൽ പല സ്ഥലങ്ങളിലായി ഖുർആൻ ആ കാര്യം മനുഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. ഈ യാഥാർത്ഥ്യം മനുഷ്യ മനസ്സിന് ബോധ്യമാകുമ്പോഴാണ് ആവശ്യമില്ലാത്ത കിടമത്സരങ്ങളും അസൂയയും പകയും വിദ്വേഷവും ഒക്കെ ഒഴിവാക്കി വെച്ചുകൊണ്ട് സാഹോദര്യത്തിൻ്റെ പാതയിലൂടെ മനുഷ്യൻ നീങ്ങാൻ ശ്രമിക്കുക. ആ ഒരു സംഗതിക്ക് വേണ്ടി, ഈ യാഥാർത്ഥ്യം ബോധ്യമാക്കുന്നതിന് വേണ്ടി വിവിധ രൂപത്തിൽ വിവിധ സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗതി പറയുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ മൊത്തം വിളിച്ചുകൊണ്ട് പറയാം, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. വജഅൽനാകും ശുഊബൻ വ ഖബാഇല ലിതആറഫു, നിങ്ങളെ ഗോത്രങ്ങളും വർഗങ്ങളുമായി തിരിച്ചിരിക്കുന്നത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയേണ്ടതിനാണ്.
എല്ലാവരെയും ഒരേപോലെ സൃഷ്ടിച്ചാൽ ഒരേ മുഖമുള്ളവരായി, ഒരേ നിറമുള്ളവരായി, ഒരേ നാട്ടുകാരായി, ഒരേ ഭാഷ സംസാരിക്കുന്നവരായി, ഒരേ വികാര വിചാരങ്ങളായി അങ്ങനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് മലക്കുകളെ പോലെ ആയിപ്പോകും. അങ്ങനെയല്ല, വൈവിധ്യമാണ്, വ്യത്യസ്തതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതത്തിന് നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രകൃതം. അതുകൊണ്ട് വിവിധ ഭാഷ സംസാരിക്കുന്ന, വിവിധ നാടുകളിൽ പാർക്കുന്ന, വിവിധ കോലത്തിലുള്ള, വിവിധ വർണ്ണങ്ങളിലുള്ള, വിവിധ താല്പര്യങ്ങളിലുള്ള മനുഷ്യന്മാർ, ഈ എല്ലാ വൈവിധ്യങ്ങൾക്കപ്പുറം ഒരു ഏകോപനം കണ്ടെത്താനുള്ള മനുഷ്യന്റെ അധ്വാനമാണ് യഥാർത്ഥത്തിൽ ആ സ്നേഹത്തിന്റെ വഴിത്താരയിലൂടെ അവന്റെ ജിഹാദ്, അല്ലെങ്കിൽ അവന്റെ പരിശ്രമം. അപ്പം നിങ്ങളെ ഗോത്രങ്ങളും വർഗങ്ങളുമായി തിരിച്ചത് ഗോത്രത്തിന്റെ പേരിലോ വർഗത്തിന്റെ പേരിലോ നാടിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ പൊങ്ങച്ചം കാണിച്ച് അഹങ്കാരം കാണിച്ച് പരസ്പരം പോരടിച്ച് നശിക്കുന്നതിന് വേണ്ടിയല്ല, നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിനും രക്ഷിതാവിൻ്റെ സൃഷ്ടി മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് അവനെ വാഴ്ത്തുന്നതിനും വേണ്ടിയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമൻ അല്ലെങ്കിൽ ബഹുമാന്യൻ ആദരണീയൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളിൽ ഏറ്റവും സൂക്ഷ്മത പുലർത്തുന്ന ആളുകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞു വെക്കുകയും ചെയ്തു. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, വളരെ സൂക്ഷ്മമായി വിപുലമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മറ്റൊരു സ്ഥലത്ത് കുറച്ചുകൂടി വ്യക്തമായി പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. സാധാരണ വിവാഹത്തിൻ്റെ സദസ്സുകളിൽ ഖുതുബകളിൽ നാം എപ്പോഴും കേൾക്കുന്നതാണ്, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായി മനുഷ്യവംശത്തെ സൃഷ്ടിക്കുകയും അതിൽ നിന്ന് ധാരാളം ആണിനെയും പെണ്ണിനെയും ഒക്കെ സൃഷ്ടിക്കുകയും ചെയ്ത ഈ രക്ഷിതാവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ സൂക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ഏതൊരു അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ ആ അള്ളാഹുവിനെയും അതുപോലെ നിങ്ങളുടെ കുടുംബ ബന്ധത്തെയും രക്തബന്ധത്തെയും നിങ്ങൾ ആദരിക്കുകയും മാനിക്കുകയും വേണം, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും വേണം. നിങ്ങളെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സൂക്ഷ്മമായി നോക്കിക്കാണുന്നവനാണ്. ഈ ഒരു യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കുമ്പോഴാണ് മനുഷ്യൻ പ്രകൃതിയുടെ സത്യം യാഥാർത്ഥ്യം അംഗീകരിക്കുന്നത്. ആ യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ഈമാൻ, സത്യവിശ്വാസം എന്ന് പറയുന്നത്. അള്ളാഹുവിനെ രക്ഷിതാവായും സംരക്ഷകനായും നാഥനായും സൃഷ്ടാവായും ഒക്കെ അംഗീകരിക്കുക എന്നുള്ള, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അംഗീകരിക്കുകയും പിന്നെ യാതൊരു തരത്തിലുള്ള സംശയവും മനസ്സ വാച കർമ്മണ അവനിൽ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ വിശ്വാസിയാകുന്നത് എന്ന് പല സ്ഥലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ആ വിശ്വാസം, ആ സത്യവിശ്വാസം പ്രായോഗിക ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് അവൻ അനുസരണയുള്ള മുസ്ലിമാകുന്നത്, സുരക്ഷിതനാകുന്നത്. വിശ്വാസി എന്നാൽ സുരക്ഷിതനാണ്, മോമിന് സുരക്ഷിതൻ എന്നർത്ഥമുണ്ട്. അതേപോലെ തന്നെ മുസ്ലിമിനും സുരക്ഷിതൻ എന്നൊരർത്ഥമുണ്ട്. ആഴങ്ങളിൽ പരിശോധിച്ച് നോക്കിയാലും യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ സുരക്ഷയാണ് മോമിനാവുക, മുസ്ലിമാവുക എന്നുള്ളത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കും. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതബു, അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്നു, പിന്നെ യാതൊരു വിധമായ സംശയമില്ല. സുമ്മ ലം യർതബു എന്ന് പറഞ്ഞാൽ മനസ്സ വാച കർമ്മണ, അവർക്ക് ആശയത്തിൽ സംശയമില്ല, വിശ്വാസത്തിൽ സംശയമില്ല, ആദർശത്തിൽ സംശയമില്ല, പ്രവൃത്തിയിൽ സംശയമില്ല, ഒരു തരത്തിലും സംശയമില്ല. അവരുടെ വാചകങ്ങളിൽ അല്ലാഹു ഏകനാണ്, അല്ലാഹുവാണ് സൃഷ്ടാവ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പൂർണ്ണമായ മോമിനാവുമ്പോഴേ അവൻ യഥാർത്ഥത്തിൽ മുസ്ലിമാവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ മുസ്ലിമായി ജീവിക്കുകയും മുസ്ലിമായി മരിക്കുകയും ചെയ്യണമെന്നാണ്. എങ്കിലേ ഈ പൂർണ്ണ സുരക്ഷ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. സത്യവിശ്വാസം സ്വീകരിച്ചാൽ അത് ഒരു ആപ്തവാക്യമോ പ്രഖ്യാപനമോ ചിന്തയോ ആദർശമോ അഭിപ്രായമോ ഒന്നുമല്ല, പ്രായോഗിക ജീവിതത്തിലെ കർമ്മം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ വിശ്വാസം. നമ്മൾ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വിശ്വാസം പ്രായോഗിക ജീവിതത്തിൽ പ്രകടമാകാതിരുന്നാൽ ആ വിശ്വാസം അറിവ് മാത്രമായിട്ടാണ് പരിണമിക്കുക എന്നുള്ളതാണ്. അത് വിശ്വാസമല്ല, അറിവാണ്. അത് വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. നമുക്ക് അറിവുണ്ട്, പക്ഷെ വിശ്വാസമുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്നത്? ആ വിശ്വാസം അനുസരിച്ച് പ്രായോഗിക ജീവിതം ചലിക്കുമ്പോഴാണ്. അതായത് പ്രായോഗിക തലത്തിലെ കർമ്മം കൊണ്ട് സാക്ഷ്യപ്പെടുത്താത്ത വിശ്വാസം വിശ്വാസമല്ല, അത് വെറും അറിവാണ് എന്ന് പ്രമുഖരായ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ആ വിശ്വാസം പ്രായോഗിക ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് അവന് മുസ്ലിമാകുന്നത്, അനുസരണയുള്ളവനാകുന്നത്, സമർപ്പിതനാകുന്നത്, സുരക്ഷിതനാകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അങ്ങനെ ഒരു സുരക്ഷിതനായിക്കൊണ്ട് ജീവിക്കുക, സുരക്ഷിതനായിക്കൊണ്ട് മരിക്കുക എന്നുള്ളതാണ് വളരെ വലിയൊരാശയമാണ്. എപ്പോഴും സുരക്ഷയോടുകൂടി ജീവിക്കുകയും സുരക്ഷയോടുകൂടി മരിക്കുകയും ചെയ്യുക എന്നുള്ളത് ശാന്തമായി ജീവിക്കാൻ, ശാന്തമായി മരിക്കാനും ഉതകുന്നതാണ്. ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകുമ്പോൾ, ശരിയായ നിലയിലെ വിശ്വാസം ഉണ്ടാകുമ്പോൾ ഈ സുരക്ഷയെക്കുറിച്ച് നമുക്ക് നല്ല ബോധം ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ചലിച്ചുകൊണ്ടേയിരിക്കും. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിനോട് ഭയഭക്തി പുലർത്തിക്കൊണ്ട് ജീവിക്കുക. ഹഖ്ഖ തുഖാത്തി, ഏത് തരത്തിലാണ് അവന് നിങ്ങൾ സൂക്ഷ്മത നൽകേണ്ടത് ആ നിലയ്ക്ക് അർഹതപ്പെട്ട രീതിയിൽ അവനോട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ ഇടയാകരുത്. അപ്പൊ മുസ്ലിങ്ങളായിക്കൊണ്ട് മരിക്കണമെങ്കിൽ തഖ്വ ഉണ്ടാവണമെന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മുസ്ലിങ്ങളായി ജീവിച്ച് മുസ്ലിങ്ങളായി മരിക്കണം, എപ്പോഴും തഖ്വ നിലനിർത്തണം. തഖ്വ ഉണ്ടെങ്കിലേ യഥാർത്ഥത്തിൽ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഈ തഖ്വ എന്ന് പറയുന്ന ഒരു സംഗതി എന്നുള്ളത് പല പ്രാവശ്യം വിശദീകരിച്ചാണ് എപ്പോഴും കേൾക്കുന്നതാണെങ്കിലും ഒരുപാട് വിശാലമായ വിപുലമായ അർത്ഥതലങ്ങളിലുള്ള ഒരു വാക്കായിട്ടാണ് പണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്, വിശദീകരിച്ചിരിക്കുന്നത്. ധർമ്മനിഷ്ഠ, ഭയഭക്തി, സൂക്ഷ്മത എന്നൊക്കെ മലയാളത്തിൽ ഒരുപാട് വാക്കുകൾ തന്നെ പര്യായങ്ങളായി നമുക്ക് പറയാമെങ്കിലും യഥാർത്ഥത്തിൽ തഖ്വ എന്നുള്ളത് ഒരു മനോവികാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ അവൻ ശിക്ഷിക്കും എന്നൊരു ഭയത്തിനും അനുസരിച്ചാൽ രക്ഷ കിട്ടുമെന്ന ഒരു പ്രതീക്ഷയ്ക്കും ഇടയിലുള്ള ഒരു സൽമനോവികാരം, ഒരു തരം ഒരു ബേജാറിൽ കുടുങ്ങിയ പ്രതീക്ഷ. അതായത് ഭയമാണോ ഭയമുണ്ട്, പ്രതീക്ഷയാണോ പ്രതീക്ഷയുണ്ട്, നിരാശയില്ല. അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ, നന്മ ചെയ്യാൻ എപ്പോഴും മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥ, അത് ഹൃദയത്തിലാണ് കുടികൊള്ളുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹൃദയത്തെ ചൂണ്ടിക്കൊണ്ട് തഖ്വ ഹഹുന 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 എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൃദയത്തെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കുക, അതായത് ധിക്കരിക്കാതിരിക്കുക, അള്ളാഹുവിനെ സ്മരിക്കുക, വിസ്മരിക്കാതിരിക്കുക, അള്ളാഹുവിനോട് നന്ദി കാണിക്കുക, നന്ദികേട് കാണിക്കാതിരിക്കുക, ഇതൊക്കെയാണ് സ്ഥിരമായ തഖ്വ എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. വളരെ ആഴത്തിൽ പഠിച്ചാൽ മനസ്സിലാകുന്ന ഒരു സംഗതി. യഥാർത്ഥത്തിൽ അതൊരു പ്രത്യേക തരത്തിലുള്ള മനോവികാരമാണ്. നന്മയിലേക്ക് എപ്പോഴും പോകാനുള്ള ഒരു തൃഷ്ണ, തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സൂക്ഷ്മത, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ജാഗ്രത എന്ന് വേണമെങ്കിൽ പറയാം. രാത്രിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ലൈറ്റ് എടുക്കാറുണ്ട്. ഇരുട്ടിൽ തഖ്വ എന്ന് പറഞ്ഞാൽ പ്രകാശം കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതായത് പ്രതിരോധം, സ്വന്തം നിലയ്ക്ക് തിന്മയിലേക്ക് പോകാതിരിക്കാനുള്ള മനസ്സിന്റെ ഒരു ശക്തമായ ഒരു ജാഗ്രതായ ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ തഖ്വ. ഈ തഖ്വ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ നിങ്ങളെ മുസ്ലിങ്ങളായി നിലനിൽക്കുകയുള്ളൂ, അങ്ങനെ തന്നെ നിങ്ങൾ മരിച്ചു പോകണമെന്നാണ്. മരണത്തിന്റെ സന്ദർഭത്തിൽ തഖ്വയോടുകൂടി മരിച്ചു പോകാനുള്ള, മുസ്ലിമായി മരിക്കണമെങ്കിൽ തഖ്വയോടുകൂടി നിലനിൽക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഈ തഖ്വ സ്വന്തം നിലയ്ക്ക് മാത്രം സത്യവിശ്വാസികൾ നടപ്പാക്കിയാൽ പോരാ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. കാരണം നമസ്കാരം എന്ന് പറയുന്ന ഒരു സംഗതി നമുക്കറിയാം, എല്ലാവർക്കും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതൊക്കെ നമുക്കറിയാം. അതുപോലെ പ്രാധാന്യം ഉള്ള ചില സംഗതികളെ ഞാനിവിടെ പല ദിവസങ്ങളിലായി വിശദീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലെ ധനവിനിയോഗം, അതായത് ഇൻഫാഖും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ, അതും തഖ്വയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ളത് ഇല്ലാത്തവന് കൊടുക്കാനുള്ള ഒരു മനോവികാരം, അത് തഖ്വയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമുക്കൊരു വിവരമറിയാം, അറിയാതെ ഉഴലുന്ന വഴിതെറ്റിപ്പോകുന്ന ആളുകളെ നമ്മുടെ മാർഗത്തിലേക്ക്, വിജയത്തിന്റെ, സുരക്ഷിതത്വത്തിന്റെ, സത്യത്തിന്റെ, നീതിയുടെ, ന്യായത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ, അതും യഥാർത്ഥത്തിൽ നമസ്കാരത്തെ പോലെ പ്രാധാന്യമുള്ള ദഅവത്ത് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ പ്രാധാന്യപൂർവ്വം സംഗതി പറഞ്ഞ ഒരു കാര്യമാണ് ഇഅ്തിസാം ബില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക, ഒത്തൊരുമയോടുകൂടി നിൽക്കുക എന്നുള്ളത്. മുസ്ലിം സമുദായത്തിലെ ഓരോ അംഗവും സത്യവിശ്വാസിയായ ഒരാള് അവന് ബോധിച്ച നിലയ്ക്ക് അള്ളാഹുവിനെ ആരാധിച്ചാൽ മാത്രം പോരാ, അവൻ വൈയക്തികമായ തലത്തിൽ അവന് ബോധിച്ച നിലയ്ക്ക് മാത്രം ആരാധിച്ചാൽ പോരാ എന്നുള്ളത്. ഇഖാമത്തുസ്സലാത്തും ഈതാഉ സക്കാത്തും പറഞ്ഞപ്പോൾ നമസ്കാരം നിലനിർത്തണം, സല്ലു എന്ന് പറയില്ല,
നീ പോയി നിസ്കരിച്ചോ എന്നല്ല അല്ലാഹു തആല പറഞ്ഞു. ഇഖാമത്ത് സ്വലാത്ത് അവൻ വേണം, അവന്റെ കൂട്ടത്തിലുള്ള ആളുകൾ വേണം, കുടുംബക്കാർ വേണം, നാട്ടുകാർ വേണം. അതാണ് പള്ളിയും അതുപോലെയുള്ള ഒരു സംസ്കാരം ഉടലെടുക്കുന്നതിന്. അതായത് ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ ഒരു പ്രത്യേകമായ ഒരു സംസ്കാരം. മദീന എന്ന് പറഞ്ഞാൽ പട്ടണമാണ്. അതായത് ഒരു പട്ടണ സംസ്കാരം അല്ലെങ്കിൽ നാഗരികത എന്ന് പറയുന്നത് ജനങ്ങളെ കൂട്ടിയുള്ള എന്നുള്ളത്. ആരുമില്ലാത്ത പ്രാന്തപ്രദേശത്ത് ഏകാന്തമായി ഒറ്റയ്ക്ക് കഴിയേണ്ടവനല്ല, ജനങ്ങളുടെ ഇടയിൽ കഴിയേണ്ടവനാണ് സത്യവിശ്വാസി. ദീനിൽ നിന്ന് തന്നെയാണ് മദീന എന്ന് പറയുന്നത്. മദീനത്തുൻ നബി, യസ്രിബ് മദീനത്തുൻ നബിയായി കൺവേർട്ട് ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ചെന്നപ്പോൾ അവിടെ പള്ളി ഉണ്ടായി. നമുക്കറിയാം, ഒരു പള്ളി ഉണ്ടായാൽ മനുഷ്യന്മാരവിടെ വരുമ്പോൾ അവിടെ ഒരു ചായക്കട ഉണ്ടാവും, അതുപോലെ തന്നെ വേറെ മറ്റൊരു മുറുക്കാൻപിടി ഉണ്ടാവും, അതുപോലെ മീൻ വിൽക്കണ സ്ഥലം ഉണ്ടാവും. അങ്ങനെ ആളുകൾ അവിടെ കൂടുന്ന തരത്തിൽ ഒരു ചെറിയ ഒരു പട്ടണം അവിടെ രൂപപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇഖാമത്തു സ്വലാത്ത്, ഈതാഉ സക്കാത്ത്. ആ സക്കാത്ത് കൊടുക്കുമ്പോൾ അവിടെയുള്ള മനുഷ്യന്മാർക്ക് ആ സക്കാത്ത് കൊടുക്കുന്നത്. ആരും ഇല്ലാത്ത ഈ സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ മനുഷ്യൻ ഒറ്റയ്ക്ക് ചെയ്താൽ പോരാ എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് ഞാൻ ദീനായിക്കൊള്ളാം, ഒറ്റയ്ക്ക് ഞാൻ സത്യവിശ്വാസമായിക്കൊള്ളാം, അങ്ങനെ ഒരു ഏർപ്പാട് തന്നെ ഇല്ലെന്ന്. ഒരാൾ ഒറ്റയ്ക്ക് സത്യവിശ്വാസമായി, ഒരാൾ ഒറ്റയ്ക്ക് മുസ്ലിമായി ജീവിച്ചാൽ അവന്റെ ഉത്തരവാദിത്വം കഴിയില്ല എന്നുള്ള. അതുകൊണ്ട് ഈ സത്യവിശ്വാസികൾ ഒന്നടങ്കം ഏകോദര സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് നിൽക്കണം. വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ ഒറ്റക്കെട്ടായി അള്ളാഹുവിന്റെ ഭാഷ മുറുകെ പിടിക്കുക. അള്ളാഹുവിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീന്, ഖുർആനും സുന്നത്തും, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ. ഇത് മനുഷ്യാരംഭം മുതലേ ഉള്ള അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശമാണ്. അതായത് ഒറ്റക്കെട്ടായി, അതായത് നിങ്ങൾ അള്ളാഹുവിന്റെ ഭാഷ മുറുകെ പിടിക്കുക എന്നുള്ള. അങ്ങനെ പറഞ്ഞാൽ മാത്രം മതി. പക്ഷെ വലാ തഫറഖു എന്ന് എടുത്തു പറഞ്ഞു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. വലാ തഫറഖു. അപ്പൊ നമ്മൾ നമസ്കാരം നടത്തി, സക്കാത്ത് കൊടുത്തു, ഹജ്ജ് ചെയ്തു, അതുകൊണ്ട് മാത്രമാവൂല, അതുകൊണ്ട് പൂർണ്ണമായി മുസ്ലിം ആവാൻ പറ്റൂല. നമ്മൾ ഒത്തൊരുമിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നിൽക്കുകയും വേണമെന്നാണ്. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുന്തും അഅദാ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന. ആ പ്രാരംഭ സമൂഹത്തിലുള്ള ആ പ്രാകൃത സ്വഭാവത്തിൽ നിന്ന് അവരെ മാറ്റിയെടുത്ത ഒരു പഴയകാല ചരിത്രം അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരിച്ചു തരികയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയപ്പോൾ മദീനയിലെ ഔസും ഖസ്റജും ഒരു പെണ്ണിന്റെ പേരിൽ, ഒരു ഒട്ടകത്തിന്റെ പേരിൽ, ഒരു വാചകം പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് വർഷം, 200 വർഷവും 300 വർഷവും ഒക്കെ ഒരുപാട് മനുഷ്യജീവനെ കുരുതി കൊടുത്ത് രക്തപങ്കിലമായ യുദ്ധങ്ങൾ നടത്തിയ സാംസ്കാരിക പാരമ്പര്യമുള്ള ആ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പരം വൈരികളായിരുന്ന അവരെ സഹോദരന്മാരെ അവന്റെ അനുഗ്രഹം കൊണ്ട് ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന ഫഅല്ലഫ ബൈന ഖുലൂബികുന, നിങ്ങളുടെ ഹൃദയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടിയിണക്കി തന്നു. എന്നിട്ട് നിങ്ങളെ ഒരു സഹോദരങ്ങളായി മാറ്റി തീർത്തു. ലോക ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അതിബൃഹത്തായ ഒരു സംഭവമാണ്. ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ യൂറോപ്യൻ ചരിത്രകാരന്മാർ പോലും എഴുതി വെക്കുന്നത് മുഹമ്മദ് മദീനയിൽ സ്ഥാപിച്ചെടുത്ത സാഹോദര്യം മനുഷ്യ ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ് എന്നാണ്. ഒരുപാട് കാലം രക്തം ചൊരിഞ്ഞ് യുദ്ധം ചെയ്തിരുന്ന ആ മനുഷ്യന്മാരെ ഏകോദര സഹോദരങ്ങളായി മാറ്റിയിരുന്നു. അവിടെ മക്കയിൽ നിന്ന് ചെന്ന മുഹാജിറുകൾക്ക് മദീനയിലുള്ള അൻസാറുകൾ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. അവിടെ ഔസും ഖസ്റജും ഒന്നിച്ചു നിന്നുകൊണ്ട്, പരസ്പര വൈരികളായിരുന്ന ആളുകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇവരെ സഹായിക്കാൻ വേണ്ടി വരുന്നു. അങ്ങനെ 3 കൂട്ടരും കൂടി ഒരു ഉത്തമമായ സമൂഹത്തിന് ബീജാഭാവ നൽകുന്ന ഒരു ചിത്രം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരികയാണ്. അതോടെ പറയാണ്, വകുന്തും അലാ ശഫാ ഹുഫ്റത്തും മിനൻ നാർ, നിങ്ങൾ ഒരു തീക്കുണ്ടത്തിന്റെ വക്കിലായിരുന്നു. അതായത് പോരടിച്ചും നഷ്ടപ്പെടുത്തിയും നിങ്ങൾ നാശത്തിന്റെ ഒരു തീക്കുണ്ടത്തിന്റെ വക്കിലായിരുന്നു. ഫഅൻഖദകും മിൻഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ രക്ഷിച്ചു. അവിടെ വ്യംഗ്യമായ ഒരു സൂചനയുണ്ട്. നിങ്ങൾ പോരടിച്ചാൽ, അതായത് ഒരു സമൂഹം എന്നുള്ള നിലയിൽ നിങ്ങൾ പോരടിച്ചാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ തീക്കുണ്ടത്തിന്റെ വക്കിലായിരിക്കും ഉണ്ടാവുക, നിങ്ങൾ നാശത്തിന്റെ വക്കിലായിരിക്കും ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ നാശത്തിലായിപ്പോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തെ മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് പറഞ്ഞ ആദ്യത്തിലേക്ക് നമ്മളെ മടക്കുകയാണ്. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ. അല്ലാഹു അവന്റെ ആ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ ഇങ്ങനെ വിശദീകരിച്ചിരുന്നത് നിങ്ങൾ സന്മാർഗം പ്രാപിക്കേണ്ടതിനാണ്. നിങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കേണ്ടത്, നിങ്ങൾ സന്മാർഗത്തിൽ തന്നെ നിലകൊള്ളേണ്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വേറെയും പല സ്ഥലത്തും ആവർത്തിച്ച് പറയുന്ന സംഗതിയാണ്. വമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗം മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അവന് സന്മാർഗത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഫഅമ്മല്ലദീന ആമനൂ ബില്ലാഹി വഅതസമൂ ബിഹി ഫസയുദ്ഖിലുഹും ഫീ റഹ്മത്തിൻ മിൻഹു വഫളിൻ വയഹ്ദീഹിം ഇലൈഹി സിറാത്തൻ മുസ്തഖീമ.
അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും, അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാകും, അവരെ സന്മാർഗത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നയിക്കുകയും ചെയ്യും. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകും, അള്ളാഹുവിനുള്ള സന്മാർഗം ഉണ്ടാകും. ജീവിതത്തിന്റെ സുരക്ഷിതയുടെ മാർഗത്തിൽ മുന്നോട്ട് പോകാനുള്ള എളുപ്പമായ വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരുമെന്നാണ്. അതിനുവേണ്ടി യഥാർത്ഥത്തിൽ ഈ സത്യവിശ്വാസികളെ തീരുമാനിച്ചത് അള്ളാഹുവാണ്. ഇസ്തഫൈന, നാം തെരഞ്ഞെടുത്ത് അയച്ച ആളുകളാണ്. അതായത് മനുഷ്യരെ ഒന്നാകെ വിളിച്ചിട്ട് അള്ളാഹു തആല പറയുന്നു, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ്, ഞാനാണ് നിങ്ങളുടെ ഏകനായ സംരക്ഷകൻ, എന്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. ഇതിൽ വിശ്വസിക്കുന്നവൻ മുഅ്മിനായി, ആ വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ മുസ്ലിമായി. പിന്നെ മുസ്ലിങ്ങളെയും മുഅ്മിനീങ്ങളെയും ഒക്കെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിർദ്ദേശങ്ങൾ ഇങ്ങനെ നൽകുന്നുണ്ട്. നിങ്ങൾ ഒത്തൊരുമിച്ച് തന്നെ നിൽക്കണം, എന്നാലേ നിങ്ങളുടെ ദൗത്യം പൂർത്തിയാവുകയുള്ളൂ. എന്തിനാണ് നിങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കുന്നത് എന്ന് കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്നു. അങ്ങനെ ഒത്തൊരുമിച്ച് നിൽക്കുന്ന ആളുകൾക്ക് മനുഷ്യാരംഭം മുതലേ മുസ്ലിം എന്ന് പേര് വെച്ചത് നിങ്ങൾ സ്വന്തമല്ല. ഹുവ സമ്മാകുൽ മുസ്ലിമീൻ മിൻ ഖബ്ലു വഫീ ഹാദാ, മുമ്പും ഈ വേദത്തിലും, അതായത് ഖുർആന്റെ അനുയായികൾക്കും അതുപോലെ മുമ്പുള്ള വേദഗ്രന്ഥത്തിന്റെ അനുയായികൾക്കും മുസ്ലിങ്ങൾ എന്ന് പേര് വെച്ചത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഈ മുസ്ലിങ്ങൾ ഖൈറ ഉമ്മത്താണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ, ഉത്തമമായ സമുദായമാണ്. ഉഖ്രിജത്തിൽ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിച്ച ഉത്തമമായ സമുദായമാണ്. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വയുമിനൂന ബില്ലാഹ്, മുന്നിൽ നടന്ന് ജനങ്ങളെ സുരക്ഷയിലേക്ക് നയിക്കാനുള്ള ഒരു സമുദായമാണ്. അഭിമാനമുള്ള, അന്തസ്സുള്ള, നീതിബോധമുള്ള, ധർമ്മനിഷ്ഠയുള്ള, ആദർശബോധമുള്ള, ആർജവമുള്ള, തന്റേടമുള്ള, ശക്തിയുള്ള, വിജ്ഞാനമുള്ള, വിശ്വാസമുള്ള, ദൃഢബോധ്യമുള്ള, വിജയത്തിൽ പ്രതീക്ഷയുള്ള, പേടിയില്ലാത്ത ഒരു സമൂഹം എന്നുള്ള നിലയിൽ, ശക്തിയുള്ള ഒരു സമൂഹം എന്നുള്ള നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത ഒരു സമൂഹമാണ് ഉമ്മത്തം വസത്ത. നിങ്ങൾ ജീർണതയ്ക്കും അതുപോലെ തീവ്രതയ്ക്കും മധ്യേ എല്ലാ കാര്യത്തിലും മധ്യമമായ സമൂഹം, മധ്യമമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ്. നിങ്ങൾ മുന്നിൽ നടന്ന്, ലോകത്ത് മുന്നിൽ നടന്ന് ജനങ്ങൾക്ക് നീതി കാണിച്ചു കൊടുക്കണം. അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങളിൽ പ്രകടമാവണം. കണ്ടാൽ നിങ്ങൾ പുഞ്ചിരിക്കണം, സംസാരിച്ചാൽ നിങ്ങൾ സലാം പറയണം, വഴി ചോദിച്ചാൽ വഴി പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ വൈയക്തികമായ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് നിങ്ങൾ പ്രാധാന്യം നൽകണം. നിങ്ങൾക്കുള്ളതിൽ നിങ്ങളുടെ ആവശ്യം കഴിച്ചുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി നന്മയായി സദഖ ചെയ്യണം. അത് നിങ്ങളുടെ ഇബാദത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങളെ സഹോദരനെയും കൂട്ടിക്കൊണ്ടു പോകണം. അത് നിങ്ങളുടെ ഇബാദത്തിന്റെ ഭാഗമാണ്. അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ദഅവത്താണ് എന്നൊക്കെ പറഞ്ഞ് ഉമ്മത്തം വസത്ത, ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് വിളിക്കുന്ന സമുദായം, നന്മയിലേക്ക് ജനങ്ങളെ നയിക്കുന്ന സമുദായം എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ലിതകൂനു ശുഹദാ അലന്നാസ്, അല്ലാഹു എന്ന യാഥാർത്ഥ്യത്തിന്, അള്ളാഹുവിന്റെ നീതിക്ക്, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്, ഈ ലോക ജീവിതത്തിന്റെ ഹൃസ്വതയ്ക്ക്, പരലോക ജീവിത യാഥാർത്ഥ്യത്തിന്, അള്ളാഹുവിന് വേണ്ടി ജനങ്ങൾക്ക് സാക്ഷിയാവാൻ അള്ളാഹു തീരുമാനിച്ച, അള്ളാഹു ആദരിച്ച, ബഹുമാനിച്ച, വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്താനങ്ങളെ ബഹുമാനിച്ച ബഹുമാനിച്ച ഒരു സമൂഹമാണ് നിങ്ങളെന്ന് അള്ളാഹു തആല പഠിപ്പിക്കുന്നു. ഈ സമുദായത്തിന്റെ വില യഥാർത്ഥത്തിൽ മറ്റ് ശത്രുക്കൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇതിന്ന് മനസ്സിലാവാതുള്ളത് ഈ സമുദായത്തിന് മാത്രമാണ് എന്നുള്ളതാണ്. സ്വന്തം വില മനസ്സിലാവാത്ത ലോകത്തെ ഏറ്റവും വലിയ സമുദായം ഏതാണെന്ന് ചോദിച്ചാൽ അത് മുസ്ലിം സമുദായമാണ് എന്ന് ഉറക്കെ പറയാൻ കഴിയും. കാരണം അവർ നീതിക്ക് വേണ്ടി നിലകൊള്ളാനും, സത്യത്തിന് വേണ്ടി നിലകൊള്ളാനും, ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളാനും, മനുഷ്യരെ ജീവിത സുരക്ഷയിലേക്ക് നയിക്കാനും വേണ്ടി നിയോഗിക്കപ്പെട്ട സമുദായമാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ലക്ഷ്യമില്ലാതെ അലഞ്ഞു പോകുന്ന തരത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ വളരെ ഗൗരവതരമായ ഒരുപാട് നിർദ്ദേശങ്ങൾ, തത്വങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. സാഹോദര്യത്തെ നശിപ്പിക്കുന്ന തരത്തിൽ പരസ്പരം കുത്തിപ്പറയരുത്, പരദൂഷണം നടത്തരുത്, ഭിന്നിക്കരുത്, തമ്മിലടിക്കരുത്, നിങ്ങൾ ഉറ്റുകൊടുക്കരുത്, അതുപോലെ നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത്, സഹോദരന്റെ തിന്മയിൽ നിങ്ങൾ സന്തോഷിക്കരുത്, സഹോദരന്റെ വേദനയിൽ നിങ്ങൾ സന്തോഷിക്കരുത്, സഹോദരന്റെ പ്രയാസങ്ങളിൽ നിങ്ങൾ പങ്കുചേരണം എന്ന് ചെറുതും വലുതുമായ ഒരുപാട് ഉദാഹരണങ്ങൾ, ഒരുപാട് തത്വങ്ങൾ, ഒരുപാട് നിർദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെയും നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ സമുദായത്തെ വളർത്താൻ, ഈ സമുദായത്തെ വലുതാക്കാൻ,
ഈ സമുദായത്തെ വികസിപ്പിക്കാൻ, ഈ സമുദായത്തെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിക്കാൻ, ലോകത്തിന് വെളിച്ചം കാണിച്ചു കൊടുക്കാൻ ആളുകൾ അശനരായി, ആലംബഹീനരായി, കഴിവില്ലാത്തവരായി, തെരുവാധാരമായി, ജീവിതം ദുന്യാവും നഷ്ടപ്പെട്ട് ആഖിറവും നഷ്ടപ്പെട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടി ഈ മുഴുവൻ മനുഷ്യ സമൂഹത്തെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് വിജയത്തിന്റെ സോപാനത്തിലേക്ക് ഉയർത്താൻ വേണ്ടി അള്ളാഹു അയച്ച മഹാപ്രവാചകന്മാരുടെ അനുയായികളായ ഉമ്മത്ത മുസ്ലിം. പക്ഷേ ഈ സമുദായത്തിന്റെ അംഗങ്ങൾക്ക്, സമകാലികരായ അംഗങ്ങൾക്ക് അതിന്റെ അർത്ഥവും വ്യാപ്തിയും ഗൗരവമൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണ് നമ്മളിപ്പോഴും കിടന്നുഴലുന്നത് എന്ന് സമകാലിക ജീവിത സംഭവങ്ങൾ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ലജ്ജാവഹമായ നിലയിലാണ് യഥാർത്ഥത്തിൽ ഉമ്മത്ത മുസ്ലിം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറ്റം ഉണ്ടായേ പറ്റുള്ളൂ. മാറിയില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യസ്തബ്ദിൽ ഖൗമൻ ഗൈറകും, നിങ്ങളല്ലാത്തൊരു സമൂഹത്തെ ഇവിടെ പകരം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ സത്യവിശ്വാസിക്കും ബാധ്യതയുണ്ട് സ്വയം മാറാനും ഈ സമുദായത്തെ ഒന്നടങ്കം മാറ്റാനും വേണ്ടി അധ്വാനിക്കാൻ. അങ്ങനെ അധ്വാനിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നഹ്സീ തനാ കമാ സനൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹൽ ഇഖ്വത്തുൽ അഹബ്ബ, ഊസികും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ഉമ്മത്ത മുസ്ലിമയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, അവർ ഒത്തൊരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ഗൗരവത്തെക്കുറിച്ചുമൊക്കെ അള്ളാഹു ഒരുപാട് പറഞ്ഞിട്ടുള്ളതിൽ ചിലത് വിശദീകരിച്ചു. നമുക്കൊന്നും അറിയാത്തത് കൊണ്ടല്ല, ഇതെല്ലാം അറിയാം. പക്ഷെ എന്നാലും താല്പര്യങ്ങളുടെ പേരിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സാധാരണക്കാരായ ആളുകൾ ഈ ഒരു ഐക്യം, സമുദായത്തിൻ്റെ ഐക്യം അതീവമായി ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും സ്വകാര്യ സംഭാഷണങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ കൂട്ടങ്ങളുടെ സംഭാഷണങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ നേതൃനിരയിലുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ സമുദായത്തിലെ മത, രാഷ്ട്രീയ, അതുപോലെ ഏതെല്ലാം ഗ്രൂപ്പുകളൊക്കെ ഉണ്ടോ അവരൊക്കെ അതിലെ നേതൃനിരയിൽ നിൽക്കുന്ന ആളുകളാണ് ഇതിന് വിഘാതം നിൽക്കുന്നതായിട്ട് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ഗൗരവതരമായ വിഷയമാണ്. ഐക്യം നമുക്ക് ദുന്യാവിൽ അത്യാവശ്യമാണ്. ആഖിറത്തിലെ വിജയത്തിന് മാത്രമല്ല ഐക്യം, ദുന്യാവിൽ തന്നെ ഒരു ജനതയുടെ നിലനിൽപ്പും അവരുടെ വികാസവും പുരോഗതിയുമൊക്കെ അവരുടെ കൂട്ടായ്മയുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള. ഒരു സമൂഹം ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അവരുടെ പണവും സമയവും അധ്വാനവും ഒക്കെ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രയോജനപ്രദമായി വിനിയോഗിക്കാൻ കഴിയും. പരസ്പരം നശിപ്പിക്കുന്ന തരത്തിൽ ഒരേ ആളുകൾ, എല്ലാ വിഭാഗങ്ങളും ഒരേ സംഗതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്രോസ് വെച്ചിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഊർജം നഷ്ടപ്പെട്ടു പോകുമെന്ന് നമുക്കറിയാം. സ്വതന്ത്ര ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ, ഇന്ത്യ രാജ്യം 1940 വിഭജിക്കപ്പെട്ടു. നിർഭാഗ്യകരമായ ആ വിഭജനത്തിന് മുസ്ലിം സമുദായത്തിലെ വലിയൊരു വിഭാഗം ഇന്നത്തെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ ആയിട്ട് പോയി നമുക്കറിയാവുന്നതാണ്. വിഭജനത്തിന്റെ ഉത്തരവാദിത്വം മുസ്ലിങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചത് കൊണ്ട്, നല്ല കഴിവുള്ള ആളുകൾ, തലയെടുപ്പുള്ള ആളുകൾ പോയതുകൊണ്ട്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള മുസ്ലിങ്ങൾ നേതൃത്വമില്ലാതെ അശരണരായി അഗണ്യകോടികളിൽ ആയിപ്പോയി. അവരെ സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഒരല്പം ഭേദം കേരളത്തിലെയും
അതുപോലെ ബാംഗ്ലൂരിലെയും ഹൈദരാബാദിലെയും ഒക്കെ ചില പ്രത്യേക പോക്കറ്റുകളിലെ മുസ്ലിങ്ങളാണ്. ബാക്കിയുള്ളവരുടെ സ്ഥിതി ദളിതുകളെക്കാൾ, സാധാരണ ദളിതുകൾക്കാണ് ഒരുപാട് തരത്തിലുള്ള റിസർവേഷനൊക്കെ പ്രഖ്യാപിച്ചത്. കാരണം അവർ സമൂഹത്തിൽ നൂറ്റാണ്ടുകളായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ഭരണഘടനാ ശില്പികൾ അവർക്ക് വേണ്ടിയുള്ള ഒരുപാട് സംരക്ഷണ സംഗതികളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ദളിതുകളെക്കാൾ പിന്നോക്കമായ അവസ്ഥയിലാണ് ഈ ലോകത്തെ നയിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച് അവതരിപ്പിച്ച മുസ്ലിം സമുദായത്തിൻ്റെ ഇന്ത്യയിലെ അവസ്ഥ എന്നുള്ളത് വളരെ വേദനാജനകമായൊരു സംഗതിയാണ്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ തെരഞ്ഞെടുപ്പുകൾ വന്നുകൊണ്ടിരിക്കും. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രംഗങ്ങളാണ്. ഇപ്പോഴും നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ ആളുകൾ നാനാഭാഗത്തും പിരിഞ്ഞ് നിന്ന് ഊർജം നശിപ്പിക്കുന്ന തരത്തിലാണ്. യഥാർത്ഥത്തിൽ വളരെ ഗൗരവപൂർവ്വം ഈ പണ്ഡിതന്മാരും നേതാക്കന്മാരും ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ദേശീയ തലത്തിൽ തന്നെ ഈ സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി, സമുദായം എന്ന് പറയുമ്പോൾ അത് വർഗീയതയുടെയോ അതുപോലെ തന്നെ പ്രാദേശികതയുടെ അർത്ഥത്തിൽ എടുക്കേണ്ടതില്ല. കാരണം ഇന്ത്യയിലെ ന്യൂനപക്ഷ സമൂഹം, ഏറ്റവും വലിയ ന്യൂനപക്ഷ സമൂഹം മുസ്ലിം സമുദായം. അവരുടെ വികാസവും പുരോഗതിയും ഈ രാജ്യത്തിൻ്റെ വികാസവും പുരോഗതിയും തന്നെയാണ്. ഒരു രാജ്യത്തിൻ്റെ എല്ലാ വിഭാഗം ആളുകളും ജനങ്ങളും വികസിക്കുമ്പോഴും പുരോഗമിക്കുമ്പോഴേ ആ രാജ്യം തന്നെ പുരോഗതിക്കുള്ളൂ, ആ രാജ്യം തന്നെ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ രാജ്യത്തിൻ്റെ വികാസം, അതുകൊണ്ടാണ് സർക്കാരുകൾ ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടി ഒരുപാട് പദ്ധതികളും പരിപാടികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും യഥാർത്ഥത്തിൽ ഫലം കാണുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ സമുദായത്തിനൊരു ബോധം വേണ്ടേ? സ്വന്തം വളർച്ചയെക്കുറിച്ച്, സ്വന്തം വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് സമുദായത്തിനൊരു ബോധം വേണം. അതിനൊരു ഏകോപനം ഉണ്ടാക്കാൻ അമാന്തിച്ചാൽ തീർച്ചയായും ഇനിയും പിന്നോട്ട് 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 പോകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മളെ ആലോചിക്കേണ്ടതാണ്. MSSന്റെ പള്ളിയിൽ പറഞ്ഞാൽ അഖിലേന്ത്യാ എന്നൊക്കെ ചിന്തിച്ചിരിക്കാം. പക്ഷേ ആരെവിടെ എന്ത് പറഞ്ഞാലും ലോകത്ത് അതിനെന്തെങ്കിലുമൊക്കെ ചെലവും മാറ്റമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകമായൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നമുക്ക് ഒരാളിൽ ഒരു ചിന്ത ഉണ്ടായാൽ അത് പലരുമായി പങ്കുവെച്ച് അത് വലുതാക്കി എടുക്കാൻ പറ്റുന്നുള്ള മുസ്ലിം സമുദായത്തിൻ്റെ വിഭിന്ന വിഭാഗങ്ങളുടെ ഏകോപനം കൊണ്ട് ദീനുൽ ഇസ്ലാമിൻ്റെ എല്ലാ ബാധ്യതകളും പൂർത്തീകരിച്ച് കളയാം, അല്ലെങ്കിൽ സത്യവിശ്വാസത്തിൻ്റെ ബാധ്യതകളൊക്കെ പൂർത്തീകരിച്ച് കളയാമെന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ല. പക്ഷേ ഒരുപാട് നിരപരാധികൾ, ശിക്ഷിക്കപ്പെടാതെ ജയിലുകളിൽ കിടക്കുന്ന നിരപരാധികളെ രക്ഷപ്പെടുത്താനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ, സാമൂഹ്യ മേഖലകളിൽ, തൊഴിൽ മേഖലകളിലൊക്കെ ഈ സമുദായത്തിന് ഭരണഘടനാപരമായ അവകാശങ്ങൾ വാങ്ങിയെടുക്കാനും യഥാർത്ഥത്തിൽ അധികാരത്തിൽ നമുക്കൊരു പങ്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. അത് വിഭിന്ന കോണുകളിൽ വിഭിന്ന കൊടിയുമായി നിന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. വളരെ ഗൗരവപൂർവ്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെട്ടത് ഒന്നിച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിന് സാക്ഷിയാവാൻ, നമ്മൾ നിലനിന്നുകൊണ്ട് നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള ബോധം തന്നെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി തന്നെ, സത്ത് തന്നെ ഒരു പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ യാതൊന്നിനും സാധിക്കുകയില്ല എന്നുള്ളത്. അപ്പോൾ വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ ഗൗരവപൂർവ്വം ആലോചിക്കുന്നത്. നമുക്ക് ഓരോ ചെറിയ പ്രശ്നങ്ങളിലാണ് പ്രശ്നങ്ങൾ. അള്ളാഹു യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുന്നത് മൊത്തത്തിൽ നമ്മുടെ മനസ്സിനെയാണ് എന്നുള്ളതാണ്. ഒരു ചരിത്രത്തിൽ ഒരു വലിയ സംഭവമുണ്ട്, പലരും അത്ര വലിയ ഗൗരവത്തിൽ അനലൈസ് ചെയ്തിട്ടില്ല. ഇത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇൽഹാമാണ്. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോവുകയാണ് സിനാ മരുഭൂമിയിൽ. അതായത് ഫിറഔന്റെ അടുത്ത് നിന്ന് ഇസ്രായേൽ സന്തതികളെ രക്ഷിച്ചു കൊണ്ടുവരുന്നു. എന്നിട്ട് സിനായ് മരുഭൂമിയിൽ അവിടെ പാർപ്പിക്കുന്നു. അവിടെ തന്നെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഖുർആനിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ഈ ജനതയെ വിട്ടിട്ട് സിനായ് പ്രാന്തപ്രദേശത്തേക്ക്, മലപ്രദേശത്തേക്ക് പോവുകയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ 40 ദിവസമാണ്. ഈ പോകുന്ന സമയത്ത് ഈ ജനത വ്യത്യസ്ത സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും രീതികളും ഉള്ള ആളുകൾ, അവരെ നോക്കാൻ വേണ്ടി ഹാറൂൻ നബി ഏൽപ്പിക്കുന്നു. ഹാറൂൻ നബി അവരെ മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിൽ നിന്ന് ഹിദായത്ത്, അതായത് കൽപ്പനകൾ വാങ്ങാൻ പോകുന്ന സന്ദർഭത്തിൽ ഈ മനുഷ്യന്മാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ലോഹം കൊണ്ട്, സ്വർണം കൊണ്ട് ഒരു കാളക്കുട്ടി ഉണ്ടാക്കി, ശബ്ദം ഉണ്ടാക്കുന്ന കാളക്കുട്ടി. എന്നിട്ട് ഇതാണ് നമ്മളെ പടച്ചോൻ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിനെ പൂജിക്കാറുണ്ട്. മൂസാ നബിയുടെ ദൗത്യം നിർവഹിക്കുന്ന ഹാറൂൻ നബി പറഞ്ഞു, മനുഷ്യന്മാരെ നിങ്ങളത് ചെയ്യരുത്. അള്ളാഹുവിനെ കാണാൻ മൂസാ നബി പോയിരിക്കുകയാണ്. നമ്മളെ പടച്ച തമ്പുരാൻ എന്ന് പറഞ്ഞാൽ കാണുന്ന ദൈവമല്ല. അല്ല, നീ അതൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് അവരോട് കയർക്കുകയും ഹാറൂൻ നബിയെ കൊല്ലാൻ വരെ ശ്രമിക്കുകയും ചെയ്യുന്ന ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവസാനം ഹാറൂൻ നബി മൗല അവലംബിച്ചു. തിരിച്ചു മൂസാ നബി തൗറാത്തുമായി വന്ന ഫലകങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പനകളുമായി വന്നപ്പോൾ ഇവിടെ കാണുന്ന, ഇവിടെ കാളക്കുട്ടി ആരാധിക്കുന്നതാണ്. മൂസാ നബിക്ക് ദേഷ്യം പിടിച്ചു.
ദേഷ്യം പിടിച്ചെന്ന് മാത്രമല്ല, മൂസാ നബി ഭയങ്കര രോഷാകുലനായി ആ അല്ലാഹു തആല മലക്കുകളിൽപ്പെടുത്ത സാധനം താഴിട്ടു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, യാ ഹാറൂൻ മാ മനാക് ഇദാ റഅയ്തഹും ലല്ലു അല്ലാ തതഅബിനി. അല്ലയോ ഹാറൂനെ, ജനങ്ങൾ ഇങ്ങനെ വഴിപിഴച്ചു പോകുന്നത് നീ കണ്ടപ്പോ എന്നെ പിന്തുടരാതിരിക്കാൻ എന്താണ് നിനക്കുണ്ടായിരുന്ന ന്യായമെന്ന്. അഫ അസൈത അംരി, നീ എന്റെ കൽപ്പനയെ ധിക്കരിച്ച് പ്രവർത്തിക്കുകയാണോ എന്ന് ചോദിച്ചു. ഖാല യാ ഇബ്ന ഉമ്മ, മൂസാ നബിയുടെ ഉമ്മയുടെ മകനാണ്, വാപ്പരന്റെ ഉമ്മ ഒന്നാണ്. എന്റെ മാതാവിന്റെ മകനെ, കരുണാർദ്രമായ ഒരു വിളിയാണ്. മൂസാ നബി ദേഷ്യം പിടിക്കുക മാത്രമല്ല, താടിയിലും മുടിയിലും പിടിച്ചിട്ട് കുലുക്കി എന്നുള്ള ചരിത്രം പറയുന്ന, അങ്ങനെ ഖുർആനിലും അതിന്റെ സൂചനകളുണ്ട്. തലയ്ക്കും താടിയും കൊണ്ട് പിടിച്ചിട്ട്, എടോ ഹാറൂൻ, ഇന്നല്ലേ ഞാൻ ഏൽപ്പിച്ചിരുന്ന ഈ ജനങ്ങൾ വഴിയേറ്റി പോകുമ്പോ അവർ അള്ളാഹുവിനെ പകരം ഒരു ഷിർക്ക് ചെയ്യുന്ന ഒരു ദൈവത്തെ ഉണ്ടാക്കി പൂജിച്ചപ്പോ നീ എന്തുകൊണ്ട് അവരെ തടഞ്ഞില്ല? എന്റെ കൽപ്പന നീ ധിക്കരിച്ചല്ലോ എന്ന് ചോദിച്ചപ്പോ ഹാറൂൻ നബിയുടെ ഇന്നി ഖശീതു അൻ തഖൂല ഫർഖത ബൈന ബനി ഇസ്രായീല വലം തർഖബ് ഖൗലി, അതായത് ഞാൻ തടയാവുന്നിടത്തോളം തടഞ്ഞു നോക്കി. കൂടുതൽ നടപടിയിലേക്ക് പോയാൽ അവർ ഭിന്നിച്ചു പോകും. അപ്പോ നീ ഒരു പക്ഷേ വന്നിട്ട് എന്നോട് ചോദിക്കും, എന്റെ വാക്ക് കേൾക്കാതെ നീ ഇസ്രായേൽ സമൂഹത്തെ ഭിന്നിപ്പിച്ചു കളഞ്ഞു എന്ന് നീ പറയുമെന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ മൗനം അവലംബിച്ചത്. അവിടെ ഒരു വലിയ സംഗതി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഷിർക്ക്, അല്ലാഹു തആല ഏറ്റവും ഭയങ്കരമായ വിരോധിച്ച വെറുക്കുന്ന ഷിർക്കാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. എന്നിട്ടും സമുദായത്തിന്റെ ഉള്ളിൽ ഫിർഖത്തുണ്ടാവും, ഛിദ്രത ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് മൗനം ദീക്ഷിച്ച നടപടിക്രമത്തെ മൂസാ നബിയോ അല്ലാഹു വിമർശിക്കുന്നില്ല ഖുർആനിൽ. എന്റെ സഹോദരനും എനിക്ക് പുറത്തു തരണേ എന്ന് മാത്രമാണ് പറയുന്നെന്നുള്ള. അപ്പൊ സമുദായത്തിന്റെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഏതറ്റം വരെ ഐക്യത്തിന് വേണ്ടി പോകാമെന്നുള്ളൊരു സൂചന യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ സംഭവം സമകാലിക ജീവിതവുമായി ഒന്ന് തട്ടിച്ചു നോക്കിയാൽ ആദർശത്തിൽ വ്യത്യാസമില്ലാത്ത, നയപരിപാടികളിൽ വ്യത്യാസമില്ലാത്ത, യാതൊരു തരത്തിലും വ്യത്യാസമില്ലാത്ത ആളുകൾ 2, 3, 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞു പോരടിക്കുന്ന ഒരു പ്രത്യേകമായ, ചരിത്രത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വളരെ ലജ്ജാവഹമായ ഒരു ഗ്രൂപ്പിസത്തിലാണ് ഈ ഉമ്മത്ത മുസ്ലിം എന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമുദായത്തെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുക? സ്വയം നാശത്തിന്റെ കുഴി തോണ്ടുന്ന ഒരു സമുദായമായി പോയിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സങ്കടം കൊണ്ടും ലജ്ജ കൊണ്ടുമൊക്കെ തല താഴ്ത്തേണ്ട ഒരു പ്രത്യേകമായ ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളത്. ഇതിനെതിരെ തീർച്ചയായിട്ടും സത്യവിശ്വാസികൾ ഉണരണം, പ്രവർത്തിക്കണം, അധ്വാനിക്കണം. എന്നിട്ട് വളരെ കരുതലോടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചില്ലെങ്കിൽ, അതായത് വലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅ മാ അല്ലഫ ഖുലൂബിഹിം, നീ ഭൂമിയിലുള്ളത് മുഴുവനും ചെലവഴിച്ചാലും അവരുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കാൻ പറ്റൂല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വലാകിന്നല്ലാഹു അല്ലഫ ബൈനഹും, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കൂട്ടിയിണക്കിയത്. അപ്പോ സത്യവിശ്വാസിക്ക് പ്രതീക്ഷ അല്ലാഹുവാണ്. ഈ ഏതെല്ലാം തരത്തിൽ ഭിന്നിച്ചു പോയാലും കൂട്ടിയിണക്കാൻ കഴിവുള്ള കാരുണ്യവാനായ തമ്പുരാനാണ് നമ്മുടെ രക്ഷിതാവ് എന്ന ഒരു ബോധം, ആ ബോധം ദൃഢമായുള്ള സത്യവിശ്വാസികൾ നിരന്തരമായി തളരാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ സമുദായത്തിന്റെ ഊർജവും അതുപോലെ പണവും സമയവുമൊക്കെ ഇങ്ങനെ വിനിഷ്ടമായി പൊയ്ക്കൊണ്ടേയിരിക്കും. അങ്ങനെ വിനിഷ്ടമായി കൊണ്ടുപോകുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുന്നിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവസാനിപ്പിച്ചുകൊണ്ട് ഈ വിശ്വാസ സമൂഹം ദുന്യാവിലും ആഖിറത്തിലും യഥാർത്ഥത്തിൽ സുരക്ഷിതരാകുന്നതിന്, മുസ്ലിം ആകുന്നതിന് അള്ളാഹുവിലേക്ക് വീണ്ടും വീണ്ടും മടങ്ങുക. അങ്ങനെ മടങ്ങി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أبو بكر وعمر وعثمان وعلي بقية صحاب رسول الله أجمعين. കരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഞങ്ങളുടെ സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾ ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തുമാക്കാതെ തന്നെ തമ്പുരാനെ. മുന്നേ ഞങ്ങളിൽ നിന്ന് നിന്നിലെത്തിയ ആൾക്കാരുടെ കബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളുള്ള പൂങ്കാവനങ്ങളാക്കി മാറ്റിത്തരണേ തമ്പുരാനെ, മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ തരണേ തമ്പുരാനെ. ദീൻ യഥാവിധം മനസ്സിലാക്കുവാനും ഒത്തൊരുമയോടെ നിൽക്കാനും അതിന് പരിശ്രമിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. ഈ ദീനിന്റെ യാഥാർത്ഥ്യം
ജീവിതത്തിലൂടെ പകർത്തി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ, അങ്ങനെ ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിച്ച് നിന്നിലേക്ക് എത്താനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളിലെ സമ്പത്തുകളിൽ നീ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗങ്ങൾ പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളെല്ലാം ശരിയാക്കി തരണേ തമ്പുരാനെ. സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, കടങ്ങൾ അതെല്ലാം നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പലതും പുറത്തു പറയാനാവില്ല. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നീ അറിയുന്നവനാണ്. എല്ലാ സാലിഹായ ആഗ്രഹങ്ങളും നീ പൂർത്തിയാക്കി തരണേ തമ്പുരാനെ. അല്ലാഹു ഏറ്റവും ഉത്തമമായി ജീവിച്ച് ഏറ്റവും ഉത്തമമായി നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. നീ പറഞ്ഞതുപോലെ മുസ്ലിമായി മരിച്ചു വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ പ്രാർത്ഥന നീ തട്ടിക്കളയല്ല തമ്പുരാനെ. സമുദായത്തിൻ്റെ ഇസ്സത്ത് ലോകത്ത് കാണിച്ചു കൊടുക്കുന്ന സത്യവിശ്വാസയുടെ കൂട്ടത്തിൽ എപ്പോഴും നീ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. അങ്ങനെ സക്രാത്തുൽ മൗത്തിൻ്റെ വേദന ഞങ്ങൾക്ക് കുറപ്പിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ കബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളാക്കി തരണേ തമ്പുരാനെ. അല്ലാഹു നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ നിന്റെ ഫിർദൗസിൽ നിന്റെ ലിഖാഹ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.